കഴിഞ്ഞ ദിവസം നമ്മൾ അവസാനം പറഞ്ഞു നിർത്തിയാണ് വാട്ട് ഈസ് ബഡ്ജറ്റ് സെറ്റ്. ദ സെറ്റ് ഓഫ് ആൾ ബണ്ടിൽസ് that a consumer can buy if she spend her entire income is called budget set. ഒരു ഉപഭോക്താവിന്റെ കയ്യിലുള്ള വരുമാനം വെച്ചുകൊണ്ട് വാങ്ങാൻ പറ്റുന്ന സാധനങ്ങളുടെ അളവിനെ കാണിക്കുന്നതാണ് ബഡ്ജറ്റ് സെറ്റ്. The set of bundles that a consumer can buy if she spend her entire income is called budget set. All bundles that a consumer can buy, ഒരു ഉപഭോക്താവിനെ കൊണ്ട് വാങ്ങാൻ പറ്റുന്നത് ഇഫ് ഷീ സ്പെൻഡ് ഹർ എൻറ്റയർ ഇൻകം, അവരുടെ കയ്യിലുള്ള മൊത്തം വരുമാനം വെച്ചുകൊണ്ട്. വാട്ട് ഈസ് ബഡ്ജറ്റ് സെറ്റ്? ദ സെറ്റ് ഓഫ് ആൾ ബണ്ടിൽസ് ദാറ്റ് എ കൺസ്യൂമർ ക്യാൻ ബൈ ഇഫ് ഷീ സ്പെൻഡ് ഹർ എൻറ്റയർ ഇൻകം ഈസ് കാൾഡ് ബഡ്ജറ്റ് സെറ്റ്. ഇത് പഠിക്കാനുള്ള കണക്കാണ്, നല്ലതുപോലെ നോക്കിയിരിക്കുമെങ്കിൽ മാത്രമേ ഇത് മനസ്സിലാവുള്ളൂ. നോക്കിയോളൂ. ഇൻകം ഓഫ് എ കൺസ്യൂമർ ഈസ് ₹20. ഒരാളിന്റെ കയ്യിലുള്ള വരുമാനം എന്ന് പറയുന്നത് 20 രൂപ. ദ പ്രൈസ് ഓഫ് ഫസ്റ്റ് ഗുഡ്, ആദ്യത്തെ സാധനത്തിന്റെ വില അല്ലെങ്കിൽ ഗുഡ് 1ന്റെ വില 5 രൂപയും പ്രൈസ് ഓഫ് ഗുഡ് 2, രണ്ടാമത്തെ സാധനത്തിന്റെ വില 4 രൂപയുമാണ്. ഇത് വെച്ചുകൊണ്ട് റൈറ്റ് ബണ്ടിൽസ് അല്ലെങ്കിൽ ബഡ്ജറ്റ് സെറ്റ്. നിങ്ങൾ പറയേണ്ട ചോദ്യം, ഒരു ഉപഭോക്താവിന്റെ കയ്യിലുള്ള വരുമാനം എന്ന് പറയുന്നത് 20 രൂപയാണ്. ഫസ്റ്റ് ഗുഡ് അല്ലെങ്കിൽ ആപ്പിളിന്റെ വില എന്ന് പറയുന്നത് 5 രൂപ. സെക്കൻഡ് ഗുഡ് ഓറഞ്ചിന്റെ വില എന്ന് പറയുന്നത് 4 രൂപ. ഇത് വെച്ചുകൊണ്ട് ബണ്ടിൽസ് എഴുതുക. ഇക്വേഷൻ P1 മീൻസ് പ്രൈസ് ഓഫ് ഫസ്റ്റ് ഗുഡ്. P1ന്റെ അർത്ഥം പ്രൈസ് ഓഫ് ഫസ്റ്റ് ഗുഡ്. അപ്പൊ P2 ഈസ് ഈക്വൽ ടു പ്രൈസ് ഓഫ് സെക്കൻഡ് ഗുഡ്. X1 ഈസ് ദ എമൗണ്ട് ഓഫ് ഫസ്റ്റ് ഗുഡ്. അപ്പൊ X2 ഈസ് ദ എമൗണ്ട് ഓഫ് സെക്കൻഡ് ഗുഡ്. എത്ര അറിയണം? P1 means price of first good, means ആപ്പിളിന്റെ വില. P2 means price of second good, ഓറഞ്ചിന്റെ വില. X1 is the amount of first good, that is ആപ്പിൾ, ആപ്പിളിന്റെ അളവ്. അപ്പൊ X2 എന്ന് പറയുമ്പോൾ ആപ്പിളിന്റെ ഓറഞ്ചിന്റെ അളവ്. P1 ഫസ്റ്റ് ഗുഡിന്റെ വില, P2 സെക്കൻഡ് ഗുഡിന്റെ വില, X1 ഫസ്റ്റ് ഗുഡിന്റെ അളവ്, X2 സെക്കൻഡ് ഗുഡിന്റെ അളവ്. ഇത് വെച്ചുകൊണ്ടാണ് ചെയ്യാൻ പോകുന്നത്. താങ്ക് യു. ഫസ്റ്റ് ബണ്ടിൽ 0,0 തുടങ്ങുന്ന എപ്പോഴും ഈ മോഡലിലെ കണക്ക് വരുമ്പോൾ ആദ്യം തുടങ്ങേണ്ട ബണ്ടില് 0,0. ഇവിടെ വിലയിടുന്നാണ് അറിയാം. ഫസ്റ്റ് ഗുഡിന്റെ വില ഫസ്റ്റ് ഗുഡിന്റെ അളവ് 0 ഇൻറ്റു ഫസ്റ്റ് ഗുഡിന്റെ വില ക്വസ്റ്റ്യന് പറഞ്ഞിട്ടുണ്ട് ₹5 പ്ലസ് സെക്കൻഡ് ഗുഡിന്റെ അളവ് 0 ഇൻറ്റു സെക്കൻഡ് ഗുഡിന്റെ വില 4 രൂപ. ഒന്നും കൂടെ ഇത് മനസ്സിലാക്കി മാസം എങ്ങാണ്ട് പോകുള്ളൂ നോക്കിയോളൂ. ഫസ്റ്റ് ബണ്ടില് അടുത്ത കണക്ക് വരുമ്പോഴേ ഇതുപോലെയാണ് 0,0. അതിന്റെ വിലയിടുന്നത് ഫസ്റ്റ് ഗുഡിന്റെ അളവ് 0 ഇൻറ്റു ഫസ്റ്റ് ഗുഡിന്റെ വില 5. ഈ ബ്രാക്കറ്റ് മനസ്സിലായത് നോക്കാം. പ്ലസ് ഇതുപോലെ ഫസ്റ്റ് ഗുഡ് സെക്കൻഡ് ഗുഡിന്റെ അളവ് 0 ഇൻറ്റു സെക്കൻഡ് ഗുഡിന്റെ പ്രൈസ് 4 സമം 0 ഇൻറ്റു 5 മീൻസ് 0 മനസ്സിലാവും. പ്ലസ് 0 ഇൻറ്റു 4 0. അപ്പൊ 0 പ്ലസ് 0 ഈ ബണ്ടിലിന്റെ അളവ് 0. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ബുദ്ധി കൊണ്ട് ആലോചിച്ചോളൂ. 0,1 അടുത്ത ബണ്ടിൽ വിലയിടും 0 ഇൻറ്റു 5 പ്ലസ് 1 ഇൻറ്റു 4 ഈക്വൽ ടു 4. ഇത് മനസ്സിലായാൽ നോക്കും. 0,1 എന്ന് പറയുന്ന ബണ്ടില് ആദ്യം ഈ X1ന്റെ അളവ് 0 ഇൻറ്റു ആ സാധനത്തിന്റെ പ്രൈസ് 5. അതുപോലെ ഇതില് X2ന്റെ അളവ് 1 ഇൻറ്റു അതിന്റെ പ്രൈസ് 4. ഇവിടെ 0 ഇൻറ്റു 5 0 മനസ്സിലാവും. 1 ഇൻറ്റു 4 4. അങ്ങനെയാണെങ്കിൽ ചെയ്ത് നോക്കി. 0 ഇൻറ്റു 2 പറയും. 0 ഇൻറ്റു 5 പ്ലസ് 2 ഇൻറ്റു 4 ഈക്വൽ ടു 8 മനസ്സിലാകും. 20 രൂപ ഉണ്ട്. ഇത് ചെയ്തു വരുമ്പോ 20 രൂപ വരെ പോവാം. നോക്കൂ. 4
0,3 വിലയുടെ അറിയാൻ പറയും 0 into 5 plus 3 into 4 equal to 12. അഞ്ചാമത്തെ ബണ്ടില് 0,4 ആലോചിച്ചോളി 0 into 5 plus 4 into 4 equal to 16. അടുത്ത ആറാമത്തെ ബണ്ടിൽ 0,5 0 into 5 plus 5 into 4 equal to 20. ഇവിടം വരെ വരാവും 20 രൂപ വരുന്നവരെ എഴുതാവും 20 രൂപയ്ക്ക് അപ്പുറം പോയാൽ ഇയാളെ കൊണ്ട് ഒക്കില്ല. അങ്ങനെയാണെങ്കിൽ 7 അടുത്ത ബണ്ടിലേക്ക് വെക്കണം 0,0 കഴിഞ്ഞ് 0,1 0,2 0,3 0,4 0,5 ഇവിടെ ഒരിക്കലും 0,6 പോകുന്നില്ല. നോക്കിയോ 0 into 5 plus 6 into 4 equal to 24 രൂപ എന്നായി പോകും. അതുകൊണ്ട് പോകില്ല. ഉടനെ മനസ്സിലാക്കണം. അടുത്ത ജോഡി ഏഴാമത്തെ ബണ്ടില് 1,0 അടുത്ത ജോഡി 1,0. അപ്പൊ എങ്ങനെയായിരിക്കും വിലയിടുന്നത് 1,0 1 into 4 plus 0 into 5 equal to 4 തന്നെ നിൽക്കാം. അടുത്തത് 1,1 വിലയിടും 1 into 4 plus 1 into 5 9 തന്നെ നിൽക്കാം. അടുത്തത് എട്ടാമത്തെ ബണ്ടിൽ 1,2 1 into 4 plus 2 into 5 സമം 14 എന്ന് മനസ്സിലാവുന്നില്ല. അടുത്ത ഒമ്പതാമത്തെ ബണ്ടിൽ 1,3 അങ്ങനെയായിരിക്കും 1 into 4 plus 3 into 5 equal to 19 രൂപ. അതേപോലെ പത്താമത്തെ ബണ്ടിൽ 1,4 നോക്കിക്കോളി വിലയിടുന്ന 1 into 5 plus 4 into 4 പോവില്ല. ഉടനെ മനസ്സിലായിക്കോണം ഇവിടെ 5 ഇവിടെ 16 അങ്ങനെ 21 ആവും. ഇപ്പോഴേ മനസ്സിലായിക്കോണം ഇത് ഇവിടെ പോണില്ല. അങ്ങനെയാണെങ്കിൽ അടുത്ത ജോഡി 2,0 പറയും 2 into 5 plus 0 into 4 equal to 10 തന്നെ നോക്കാം. അടുത്തത് 11ാമത്തെ ബണ്ടില് 2,1 പറയും 2 into 5 plus 1 into 4 equal to 14 രൂപ. 12ാമത്തെ ബണ്ടില് 2,2 2 into 5 plus 2 into 4 equal to 18. ഇവിടെ വരുമ്പോൾ മനസ്സിലായിക്കോളും 2,3 ഇവിടെ പോവില്ല. കാരണം എന്തുകൊണ്ടാണ് 2,3 പോകാത്തെന്ന് മനസ്സിലാക്കുക. 2 into 5 plus 3 into 4 equal to 12 10 22 രൂപ. അപ്പോഴേ മനസ്സിലാവും ഇവിടെ പോവില്ലെന്നു. അപ്പൊ അടുത്ത ജോഡി തുടങ്ങിക്കോണം 13ാമത്തെ ബണ്ടില് 3,0 3 into 5 plus 0 into 4 equal to 15. അടുത്തത് 14ാമത്തെ ബണ്ടിൽ 3,1 ആലോചിച്ച് നോക്കിയോളൂ വില എങ്ങനെയാണ് 3 into 5 plus 1 into 4 അങ്ങനെയാണെങ്കിൽ 19 രൂപ. ഇവിടെ നമുക്ക് മനസ്സിലാവും ഇനി അങ്ങോട്ടത് പോകില്ല. അപ്പൊ ഉടനെ 15ാമത്തെ ബണ്ടിലിന്റെ ജോഡി 4,0 4 into 5 plus 0 into 4 equal to 20. ഇവിടെ മനസ്സിലാവും അടുത്ത ജോഡി ഇവിടെ പോവില്ല. ഉടനെ 16ാമത്തെ ബണ്ടില് 5,0 അതിന്റെ വിലയോടെ ഇട്ട് നോക്കിയോളൂ 5 into 5 പോവില്ല എന്ന് ഇവിടെ വെച്ച് മനസ്സിലാവും. അപ്പൊ എത്ര ബണ്ടിൽ നോക്കിയോ. അപ്പൊ ബണ്ടില് ഇവിടെ വരുമ്പോ ഇനി ഒരു ജോഡിയും എഴുതാൻ പറ്റില്ല. 4,1 എഴുതാക്കൂല 4,2 എഴുതാക്കൂല. കാരണം ഇതെല്ലാം ഏതെക്കാൾ കൂടി പോകും. എഴുതി വരുമ്പോൾ കറക്റ്റ് 20 രൂപ വരാവും. അതിനപ്പുറത്തോട്ട് വരുന്ന ബണ്ടില് ഒരിക്കലും ഇയാൾക്ക് മേടിക്കാൻ പറ്റുന്നതല്ല.
ഇതാണ് income of the set of all bundles that a consumer can buy if she is spending her entire income. ഈ entire income എന്ന് പറയുന്നതാണ് 20 രൂപ. അപ്പൊ income of the consumer 20, ഫസ്റ്റ് ഗുഡിന്റെ വില 5, സെക്കൻഡ് ഗുഡിന്റെ വില 4. ഇത് വെച്ചുകൊണ്ട് ബണ്ടിൽ എഴുതുക. ഇങ്ങനെയാണ് എഴുതി പഠിക്കാനുള്ളത്. ഫസ്റ്റ് ബണ്ടിൽ എപ്പോഴും 0,0 വില ഇടുന്നതിന് ഇത് മനസ്സിലാക്കിക്കൊള്ളണം. P1 ആദ്യം ഫസ്റ്റ് ഗുഡിന്റെ അളവ് 0 എന്ന് പറയുന്നത് അതുപോലെ എഴുതുക. ഇൻറ്റു പിന്നെ ഫസ്റ്റ് ഗുഡിന്റെ വില കൊടുക്കണം. ഇവിടെ ഫസ്റ്റ് ഗുഡിന്റെ വില എന്ന് പറയുമ്പോൾ P1 എത്രയായിരുന്നു? 5ഉം P2 ആണ് ഇവിടെ 4. ഇത് ഓർമ്മിച്ചിട്ട് വേണം. ഫസ്റ്റ് ഗുഡിന്റെ വിലയാണ് P1, സെക്കൻഡ് ഗുഡിന്റെ വിലയാണ് P2. അത് ഈ കണക്കില് ഫസ്റ്റ് ഗുഡിന്റെ വില 5ഉം സെക്കൻഡ് ഗുഡിന്റെ വില 4. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ബണ്ടില് ഒന്നും കൂടെ എഴുതി കാണിച്ചു തരാം, നോക്കിക്കോളൂ. ആദ്യത്തെ മനസ്സിലായ പിന്നെ കണ്ടുപിടിക്കോളും. ആദ്യത്തെ ഒരെണ്ണം മാത്രമേ ഉള്ളൂ ശകലം പാടായിട്ട് തോന്നുന്നത്. പിന്നെ അത് റെഡി ആയിക്കോളും. പിന്നെ നിങ്ങൾ എഴുതി നോക്കായിരുന്നു, നോക്കിക്കോളണം. P1 5, P2 4, M എന്ന് പറയുന്ന വരുമാനത്തിന്റെ അളവ് 20. ബണ്ടിൽ കണ്ടുപിടിക്കാനാണ് അറിയാനുള്ളത് നോക്കി. ഈ കണക്കാണ് ഒന്നാമത്തെ ബണ്ടിൽ പേര്. അടുത്ത കണക്കാകുമ്പോഴേ ഇതേപോലെ ഫസ്റ്റ് നിങ്ങൾ 0 തന്നെ ആയിരിക്കും. അപ്പൊ അവിടെ ചെയ്യാനുള്ളത് എങ്ങനെയാണ്? ഫസ്റ്റ് ഗുഡിന്റെ X1 എന്ന് പറയുന്ന അളവാണ് 0. ആ 0 അതുപോലെ എഴുതി ഇൻറ്റു ഫസ്റ്റ് ഗുഡിന്റെ വില കൊടുക്കണം 5 പ്ലസ് അതുപോലെ സെക്കൻഡ് ഗുഡിന്റെ അളവ് 0 ഇൻറ്റു സെക്കൻഡ് ഗുഡിന്റെ വില എന്ന് പറയുന്നത് P2 4. ഈ ബ്രാക്കറ്റുകൾ വിളിച്ചു നോക്കുമ്പോഴേ ഇവിടെ 0 മനസ്സിലാവും, ഇവിടെ പ്ലസ് മനസ്സിലാവും, ഇവിടെ 4 മനസ്സിലാവും, അവിടെ ഈ 0 മനസ്സിലാവും. അപ്പൊ മൊത്തത്തിൽ ഈ ബണ്ടിലിന്റെ വില ചിലവെന്ന് പറയുന്നത് 0 ആയിട്ട്. അടുത്ത ബണ്ടില് 0,1. ഇനി ഉള്ളിൽ മനസ്സിലാവണം. പറഞ്ഞാൽ 0,1 ആകുമ്പോൾ എങ്ങനെയായിരിക്കും? ഇതുപോലെ ആലോചിച്ചോണം. 0 ഇൻറ്റു ഫസ്റ്റ് ഗുഡിന്റെ വില 5 പ്ലസ് സെക്കൻഡ് ഗുഡിന്റെ അളവ് 0 ഇൻറ്റു അതിന്റെ വില 4. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ഗുഡിന്റെ 1. അങ്ങനെയാണെങ്കിൽ 1 ഇൻറ്റു ഇവിടെ 5 ആണ് കൊടുക്കാനുള്ളത്, ഈക്വൽ ടു 5. 0,1 ആകുമ്പോൾ 0 ഇൻറ്റു അതിന്റെ വില 5 പ്ലസ് ഈ 1 ആണ് 1 ഇൻറ്റു 5 ഈക്വൽ ടു 5. അപ്പൊ തേർഡ് ബണ്ടിൽ നോക്കിയോ 0,2. 0 ഇൻറ്റു 5 പ്ലസ് 2 into 4 equal to 8. Fourth button 0,3. എങ്ങനെയായിരിക്കും? 0 into 5 plus 3 into 4 equal to 12. Fifth button 0,4. 0 into 5 plus 4 into 4 equal to 16. 20 വരെ പോവാം. ആറാമത്തെ ബണ്ടിൽ 0,5. 0 into 5 plus 5 into 4 equal to 20. സെവന്ത് ബണ്ടിൽ ഇവിടെ വന്നാൽ പിന്നെ ആ ജോഡി പോകില്ല. ഉടനെ അടുത്ത ജോഡിയുടെ പേരിട്ടോളണം 1,0. ഏത് കണക്കിൽ ഇതുപോലെയാണ് 1,0. 1 into 5 plus 0 into 4 equal to 5. എട്ടാമത്തത് 1,1. പറയും 1 into 5 plus 1 into 4 equal to 9. അടുത്തത് ഒമ്പതാമത്തെ ബണ്ടിൽ 1,2. 1 into നിങ്ങൾക്ക് തന്നെ പറയാൻ പറ്റും 1 into 5 plus 2 into 4 equal to 8, 13 രൂപ. പത്താമത്തെ ബണ്ടിൽ 1,3. വിലയിട്ട് നോക്കണം 1 into 5 plus 3 into 4 equal to 17. 11ാമത്തെ ബണ്ടിൽ 1,4 എഴുതി നോക്കണം പറ്റുമോ? 1 into 5 plus 4 into 4 പോവില്ല, 21 ആയി പോകും. അതുകൊണ്ട് അത് വേണ്ട, അത് പോവില്ലെന്ന് മനസ്സിലാവും. അടുത്തത് 11ാമത്തെ ബണ്ടിൽ 2,0 തുടങ്ങിക്കോളും. അപ്പൊ 2 into 5 plus 0 into
4 equal to 10. അടുത്തത് 12ാമത്തെ ബണ്ടിൽ 2,1. 2 into 5 plus 1 into 4 equal to 14. അടുത്തത് 13ാമത്തെ ബണ്ടിൽ 2,2. 2 into 5 plus 2 into 4. 2 5 10 18 രൂപ. അടുത്ത ഇവിടെ വെച്ച് തന്നെ മനസ്സിലാവും 2,3 പോകില്ല, കാരണം എപ്പോഴും 20 മുകളിലായിരുന്നു. കാരണം 2,3 ആണ് എഴുതി നോക്കിയാണെങ്കിൽ 2 into 4 5 plus 3 into അത് കറക്റ്റ് ആണ്. 2 into 5 ആകുമ്പോൾ 10 ആയി, 3 into 4 ആകുമ്പോഴത്തേക്ക് 12 10 22 രൂപ. അവിടെ മനസ്സിലാവില്ലെന്ന് നേരത്തെ. അടുത്ത 14ാമത്തെ ബണ്ടിൽ ആലോചിച്ചോളണം 3,0 ആവും. അപ്പൊ 3 into 5 plus 0 into 4 equal to 15. അടുത്ത എഴുതി നോക്കണം, ശരിയാവുന്നുണ്ടാകും. 3,1. 3 into 5 plus 4. 3 into 5 plus 1 into 4. അങ്ങനെയാണെങ്കിൽ 19. ഇനി ഇവിടെ ഈ ജോഡി പോകില്ലെന്ന് നമ്മളെ മനസ്സിലാവും. ഉടനെ 16ാമത്തെ ബണ്ടിൽ 4,0 എഴുതി നോക്കും. 4 into 4 plus 4 into 5 plus 0 into 4. അങ്ങനെയാണെങ്കിൽ 4 20 കറക്റ്റ്. ഇനി ഒരിക്കലും ഒരു ബണ്ടിൽ പോകില്ല. ഈ കണക്കിനകത്ത് ആകെ കിട്ടുന്ന ബണ്ടിൽ 16 എണ്ണമാണ്. ഈ 16 ബണ്ടിൽ നിങ്ങളൊരു പേപ്പർ എടുത്ത് എഴുതി നോക്കണം. ക്വസ്റ്റ്യൻ ഇത്രയും മാത്രം. കൺസ്യൂമറുടെ ഇൻകം 20, ഫസ്റ്റ് ഗുഡിന്റെ വില 5, സെക്കൻഡ് ഗുഡിന്റെ വില 4. ഇത് വെച്ചുകൊണ്ട് ബണ്ടിൽ എഴുതുക. ഇവിടുത്തെ വരുമാനം എന്ന് പറയുന്നത് 20 രൂപ, അതിന്റെ പേര് M എന്ന് പറയും. P1 എന്ന് പറയുന്നത് ഫസ്റ്റ് ഗുഡിന്റെ വില 5 രൂപ, P2 എന്ന് പറയുന്നത് സെക്കൻഡ് ഗുഡിന്റെ വില 4 രൂപ. ഇത് വെച്ചുകൊണ്ട് ബണ്ടിൽ എഴുതണം. ബണ്ടിൽ അപ്പോഴ് ചുരുക്കത്തിൽ ഞാൻ ഒന്ന് എഴുതി കാണിച്ചു തരുന്നത് 0,0, 0,1, 0,2, 0,3, 0,4, 0,5, 0,6 ഇല്ല, 0,6 പോകില്ല, 1,0, 1,1, 1,2, 1,3, 2,0, 2,1, 2,2, 3,0, 3,1, 4,0. ഇതേപോലെ എക്സാമ്പിൾ നമ്പർ 2 ഒരു കണക്ക് ചെയ്ത് നോക്കാം. നിങ്ങൾ ചെയ്ത് നോക്കിയോളൂ, നിങ്ങൾക്ക് പറ്റും. പേപ്പറിൽ എഴുതി ചെയ്ത് നോക്കും. M is equal to 12. M എന്ന് പറയുമ്പോൾ വരുമാനം. നേരത്തെ പോലെ തന്നെ P1 rupees 4, P2 rupees 2. റൈറ്റ് ബണ്ടിൽസ്. നേരെ പോലെ തുടങ്ങാം. ഫസ്റ്റ് ബണ്ടിൽ 0,0 വിലയിടുന്ന ഒന്നുകൂടെ നോക്കിക്കോളി. 0 into നേരത്തെ പോലെ 4 plus 0 into 2 equal to 0. രണ്ടാമത്തെ 0,1 ഇനി ഇവിടെ ഇട്ട് കാണും, ചെയ്യാം. 0 into 4 plus 1 into 2 equal to 2. അടുത്തത് 0,2 വിലയിടാം. 0 into 4 plus 2 into 2 equal to 4. നാലാമത്തെ 0,3. 0 into 4 plus 3 into 2 equal to 6. അഞ്ചാമത്തെ 0,4. 0 into 4 plus 4 into 2 equal to 8. ആറാമത്തെ 0,5 വിലയിടാം. 0 into 4 plus 5 into 2 equal to 10.
ഏഴാമത്തെ 0,6 നോക്കാം. 0 into 4 plus 6 into 2 equal to 12. ഇവിടെ മനസ്സിലാക്കിക്കോണം 12 രൂപ വരുമാനം. അപ്പൊ 12 രൂപ വരെ ഇവിടെ പോവുകയാണ്. അടുത്ത ജോഡി തിരിച്ചെഴുതിക്കോണം. 1,0 1 into 4 plus 0 into 2 equal to 4. 9 1,1 1 into 4 plus 0 into 1 into 2 equal to 6. 1,1 ആകുമ്പോൾ 1 into 4 plus 1 into 2 equal to 1. ഇവിടെ 4 രൂപ, ഇവിടെ 2 രൂപ, അങ്ങനെ 6. 10ാമത്തെ വണ്ടി 1,2 1 into 4 plus 2 into 2 equal to 4 8 12 രൂപ. 4 8 into 4 1 4 4 8 രൂപ. 1 രൂപ 1 into 4 4, ഇവിടെ 2 into 2 4, അങ്ങനെ 8 രൂപ. അടുത്ത 11ാമത്തെ ബണ്ടില് 1,3 അപ്പൊ 1 into 4 plus 3 into 2 equal to 1 4 4, ഇവിടെ 6 10 രൂപ. 12ാമത്തെ ബണ്ടില് 1,4 പോകുന്ന നോക്കിക്കോ. 1 into 4 plus 4 into 2 അപ്പൊ 2 4 8 1 4 4 1 into 4 4 2 4 8 ഇതാ കറക്റ്റ് 12 രൂപ. ഇവിടെ മനസ്സിലാവും, പോവില്ല. ഉടനെ 13ാമത്തെ ബണ്ടില് 2,0 തുടങ്ങിക്കോളും. 2 into 4 plus 0 into 2 equal to 8. 14ാമത്തെ ബണ്ടിൽ 2,1 2 into 4 plus 1 into 2 equal to 10. 15ാമത്തെ ബണ്ടില് 2,2 എഴുതിയാൽ പോകുന്ന നോക്കണം. 2 into 4 plus 2 into 2 2 4 8, ഇവിടെ 4 കറക്റ്റ് 12 രൂപ. ഇനി 12 വന്നാൽ പിന്നെ അറിയാം, അല്ലെങ്കിൽ 12 അടുത്ത പിന്നെ അങ്ങോട്ട് പോകില്ല. ഉടനെ അടുത്ത ബണ്ടില് തിരിച്ചെഴുതിക്കോ. 3,0 3 into 4 plus 0 into 2 അപ്പൊ ഇവിടെ 3 4 12. ഇനി 3,1 ഒരിക്കലും പോകില്ല. 4,0 പോകില്ല. ആ കറക്റ്റ് 16 ബണ്ടിൽ ഈ കണക്കിലും കിട്ടും. ഇതുപോലെ എഴുതി നോക്കിയോ. 16 ബണ്ടില് കറക്റ്റ്. ഇതിൽ എക്സാക്ട്ലി റുപ്പീസ് 12 ആരൊക്കെയെന്ന് വെച്ചാൽ ഇത് ഒന്ന് ഇത്. പരീക്ഷയ്ക്ക് എക്സാക്ട്ലി റുപ്പീസ് 12 എന്ന് ചോദിച്ചാൽ എന്ന് ചോദിച്ചാൽ ഇത് 0,6 ഒരു ആൻസർ ആണ്. അതേപോലെ അടുത്തത് ഇവിടെ 1,4 ഒരു ആൻസർ കറക്റ്റ് ആണ്. അടുത്തത് ഇവിടെ 2,2 ഒരു കറക്റ്റ് ആണ്. 3,0 ഇത് എത്രയാണ് എക്സാക്ട്ലി റുപ്പീസ് 12 എന്ന് ചോദിച്ചാൽ എടുത്തേണ്ടതാണ്. എക്സാം നമ്പർ 2 ആണ് ഇപ്പൊ ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം ഒരേ മോഡൽ കണക്കാണ്. ഒരു കണക്ക് തന്നെയാണതല്ല, സംഖ്യകളും വിലയും മാത്രം നിങ്ങൾ മാറ്റിയിട്ട് കൊടുത്ത് നോക്കി ചെയ്യണം. നോക്കിയോ. എക്സാം നമ്പർ 3 ഇത് 2 3 ചെയ്ത് കാണിക്കുകയാണ്. എക്സാം നമ്പർ 3 M is equal to 40, P1 10, P2 10. Write bundles. Write bundles and which bundles shows exactly rupees 40. മലയാളത്തില് നേരത്തെ പോലെ ബണ്ടിലുകൾ എഴുതുക, എന്നിട്ട് അതിനകത്ത് കറക്റ്റ് 40 രൂപ വരുന്ന ബണ്ടിലുകൾ വേറെ എടുത്ത് കണ്ടുപിടിക്കും. നോക്കിയോ. നേരത്തെ പോലെ ഫസ്റ്റ് ബണ്ടിൽ 0,0 വിലയിടാം. 0 into ഫസ്റ്റ് കുടിന്റെ വില 10 പ്ലസ് 0 into സെക്കൻഡ് കുടിന്റെ വിലയും 10, മൊത്തത്തിൽ 0.
നേരത്തെ മനസ്സിലായെങ്കിൽ പിന്നെ ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ ബണ്ടിൽ 0,1 വിലയിടാൻ നിങ്ങൾക്കുള്ളിൽ മനസ്സിലാവുമെങ്കിൽ 0 into 10 plus 1 into 10 equal to 10. മൂന്നാമത്തെ ബണ്ടിൽ 0,2 0 into 10 plus 2 into 10 equal to 20. നാലാമത്തെ ബണ്ടിൽ 0,3 0 into 10 plus 3 into 10 equal to 30. 42 കയ്യില് 0,4 പറയാം 0 into 10 plus 4 into 10 equal to 40. ഇങ്ങോട്ട് പോകില്ലെന്ന് മനസ്സിലായിക്കോണം. ആറാമത്തെ ബണ്ടിൽ 1,0 1 into 10 plus 0 into 10 equal to 10 correct. ഏഴാമത്തെ ബണ്ടിൽ 1,1 1 into 10 plus 1 into 10 equal to 20. എട്ടാമത്തെ ബണ്ടിൽ 1,2 വിലയിടാം 1 into 10 plus 2 into 10 equal to 30. ഒമ്പതാമത്തെ ബണ്ടിൽ 1,3 1 into 10 plus 3 into 10 equal to 40. പത്താമത്തെ ബണ്ടിൽ 2,0 2 into 10 plus 0 into 10 equal to 20. പതിനൊന്നാം ബണ്ടിൽ 2,1 2 into 10 plus 1 into 10 equal to 30. പന്ത്രണ്ടാമത്തെ ബണ്ടിൽ 2,2 2 into 10 plus 2 into 10 equal to 40. അടുത്ത 13ാമത്തെ ബണ്ടിൽ 3,0 3 into 10 plus 0 into 10 equal to 30. 14ാമത്തെ ബണ്ടിൽ 3,1 3 into 10 plus 1 into 10 equal to 40. 15ാമത്തെ ബണ്ടിൽ 4,0 4 into 10 plus 0 into 10 equal to 40. ഇനി ഒരിക്കലും 4,1 എന്നോ 4,2 എന്നോ പോകില്ല. പോയാൽ എപ്പോഴും ഇതിനേക്കാൾ കൂടി നിൽക്കും. അപ്പൊ ഈ ക്വസ്റ്റ്യന്റെ ആൻസറിൽ 15 ബണ്ടിലുകൾ മാത്രമേ കിട്ടുള്ളൂ. എഴുതി വെച്ചോളൂ എങ്ങനെയാണെന്ന്. എക്സാം നമ്പർ 3. അപ്പോൾ ഈ 3 കണക്കുകൾ നല്ലോണം പഠിച്ചു പോയി എങ്ങനെയാണ് ബണ്ടിൽ കണ്ടുപിടിക്കുന്നുള്ളത്. ഇത് ചെയ്തു നോക്കണം. ഈ ക്വസ്റ്റ്യൻ എഴുതി വേറെ പേപ്പർ എടുത്ത് ചെയ്ത് നോക്കണം. 3 എണ്ണം എഴുതി നോക്കണം. ഇങ്ങനെ ബണ്ടിൽ കിട്ടുന്നുണ്ടാകും. ആദ്യം എഴുതിയതിനകത്ത് 16 എണ്ണം കിട്ടും. അത് സംശയം വരണമെങ്കിൽ ഒന്നുകൂടെ എഴുതി നോക്കുമ്പോൾ അറിയാം 16 എണ്ണം തികയുന്നുണ്ടാകും. അതേപോലെ മൂന്നാമത്തെ എക്സാമ്പിളിൽ 15 ബണ്ടിലേ കിട്ടുള്ളൂ. അത് എഴുതി നോക്കണം, കിട്ടുന്നുണ്ടാകും. വാട്ട് ഈസ് ബഡ്ജറ്റ് സെറ്റ് എന്ന് വെച്ചാല് ദ സെറ്റ് ഓഫ് all bundles that a consumer can buy if she spent her entire income is called budget set. The set of all bundles that a consumer can buy if she spent her entire income is called budget set.